ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമുക്ക് നാളെ കാണാൻ സാധിക്കുന്നത് ശ്രുതിയാണെങ്കിൽ അശ്വിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അശ്വിന്റെ സൗണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ എങ്ങനെയാ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊതുകുതിരി, അതായത് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ ഇവിടെ റൂമിൽ. കാരണം ഷ്യാം ഒരു പണി ഒപ്പിക്കും. ഇവര് ആദ്യ രാത്രിയും കാര്യങ്ങൾ നടത്തണ്ട, അതായത് പറയാൻ പറ്റില്ല, രണ്ടുപേരും ഒരു റൂമിലല്ലേ. ഫസ്റ്റ് അതായത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ ലൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും രണ്ടുപേർക്ക് റൊമാൻസ് വന്നാലോ എന്ന് പേടിച്ചിട്ട് ഷ്യാം അവരുടെ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യട്ടോ. ഫോണും ഇല്ല, അതുപോലെ തന്നെ പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ വാതിലൊക്കെ തുറന്നിടുമ്പോഴേക്കും കൊതുക് കയറും അകത്തേക്ക്. അങ്ങനെ നമ്മുടെ കൊതുകിനെ അടിച്ചടിച്ച് അശ്വിനെ മതിയാവും കേട്ടോ. ആ സമയത്ത് ശ്രുതി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു കൊതുകുതിരി കത്തിച്ചു വെക്കും കട്ടിലിന്റെ അടിയിലായിട്ട്. അപ്പൊ അശ്വിൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ, ഇവിടെ എന്താണ് ഈ മണം വരുന്നത്? അപ്പോഴേക്കും ശ്രുതി അങ്ങനെ പറയില്ല, എന്താ മണം വരുന്ന കാര്യമൊന്നും പറയില്ല. പറഞ്ഞ ചിലപ്പോ കൊതുകുതിരി കിടത്താൻ പറഞ്ഞാലോ എന്ന് വെച്ചിട്ട് ശ്രുതി അത് മിണ്ടത്തില്ല. അതിനുശേഷം രാവിലെ ആകുമ്പോഴേക്കും വേറെ ബെഡിലൊക്കെ വെള്ളം വീഴും. കാരണം മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി ഒരുക്കാകുമ്പോഴേക്കും തീപ്പെട്ടി അശ്വിന്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണിട്ട് അവിടുത്തെ പുതപ്പില് തീ പിടിക്കുമ്പോഴേക്കും ശ്രുതി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടിട്ട് ആ പുതപ്പിലേക്ക് ഒഴിക്കുമ്പോൾ കട്ടില് ഫുള്ളും നനയും കേട്ടോ. അങ്ങനെ അവർക്ക് കട്ടിലേക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. രണ്ടുപേരും കൂടി ചുരുണ്ടുകൂടി അവിടെ സോഫയിലാണ് കിടന്നുറങ്ങണത്. രാവിലെ ആകുമ്പോഴേക്കും ശ്രുതിയുടെ മാല അശ്വിന്റെ ആ ഒരു ബട്ടൺസിൽ കുടുങ്ങുന്ന സീനും പ്രൊമോയിൽ കാണിച്ചില്ലേ, അത് ഉറക്കത്തിൽ കുടുങ്ങി പോണതാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഇവർ കുടുങ്ങിയത് അറിയണത്. അശ്വിൻ എന്നിട്ട് ആ മാല എടുത്തിട്ട് ശ്രുതിക്ക് തന്നെ ഭദ്രമായിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷമാണ് അശ്വിൻ സംസാരിക്കാൻ നോക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ശ്രുതിക്കും അശ്വിനും വേണ്ടിട്ട് 2 ഗ്ലാസ് ചായ ആയിട്ട് അഞ്ജലി അങ്ങോട്ടേക്ക് വരണം, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അശ്വിന്റെ സൗണ്ട് പോയ കാര്യം അഞ്ജലിക്ക് മനസ്സിലാവാണ്. ഇത് എന്താ പറ്റിയ കുഞ്ഞാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അഞ്ജലിക്കും ആ മണം വരുന്ന, ഇത് എവിടുന്ന വൃത്തികെട്ട സ്മെല്ല് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതെന്ന് പറയുമ്പോഴേക്കും അഞ്ജലി മണം വരുന്നത് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ കട്ടിലിന്റെ അടിയിൽ ഒരു കൊതുകുതിരി കത്തിച്ചിട്ട് കാണാണ്. അത് കാണാൻ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി നീ എന്ത് പണിയായി കാണിച്ചത്? കുഞ്ഞിന് അലർജിയാണ് കൊതുകുതിരി, അവന് തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരും, സംസാരിക്കാൻ പറ്റില്ല ഒരു ദിവസം, പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ, ഡോക്ടറെ ഞാൻ വിളിക്കാൻ, കുഞ്ഞ പേടിക്കൊന്നും വേണ്ട, ഞാൻ ചുക്ക് കാപ്പി ഉണ്ടായിക്കൊണ്ടിരുന്ന പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, സോറി അശ്വിൻ സർ, എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഇത് അലർജി ആണെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ അലർജി എന്ന് എനിക്ക് എഴുതി എന്ന് പറയുമ്പോൾ അശ്വിൻ ദേഷ്യത്തോട് കൂടി തന്നെ നോക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സോറി സോറി സോറി, നിങ്ങളൊരു അസുഖക്കാരനാണെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് അറിയണോന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ മിസ്റ്റേക്കിൽ ചെയ്താലോ, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാണ്, നിങ്ങൾ ആദ്യം ബാത്റൂം യൂസ് ചെയ്തോ എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിൻ ശ്രുതിയെ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം സൗണ്ട് അത്രമാത്രം അശ്വിന്റെ പോയിട്ടുണ്ട്. പിന്നെ അശ്വിന് ശ്രുതിയുടെ താഴത്ത് കഴിക്കാൻ വരുമ്പോഴേക്കും മുത്തശ്ശി സംസാരിക്കുമ്പോൾ അശ്വിനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അഞ്ജലി മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞ നിനക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, ഇന്ന് കമ്പനി പോകണ്ട എന്ന് പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, കമ്പനി പോകണം, ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് അങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നില്ല, ചുണ്ടു മാത്രമേ ഇങ്ങനെ അനങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പൊ അഞ്ജലി ചോദിക്കണ്ട, എന്താ കുഞ്ഞ, എന്താ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അയ്യോ അതെ അഞ്ജലി ചേച്ചി, അശ്വിൻ സാറിന് ഇത് കമ്പനി പോകാതിരിക്കാൻ പറ്റില്ല, ഇന്നെന്തോ വലിയ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോണം. കാരണം അശ്വിന്റെ ആ ചുണ്ടനകം കണ്ടപ്പോൾ തന്നെ ശ്രുതിക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയാലോ എന്ന് ആലോചിച്ചിട്ട് മുത്തശ്ശി പറയണ്ട്, കണ്ടില്ലേ നമ്മൾ ഇത്ര പേര് ഇവിടെ ഉണ്ട്, എന്നിട്ടും അശ്വിന്റെ ആ ചുണ്ടനകം കണ്ടിട്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ശ്രുതിക്ക് മനസ്സിലായി, അതാണ് അവര് തമ്മിലുള്ള മനപ്പൊരുത്തം എന്ന് പറയാണ്. ഇതേക്കണ ഷ്യാമിന് ദേഷ്യം വരും കേട്ടോ. എടുത്ത വായിക്കും മനോരമ പറയുന്നുണ്ട്, ഇത് മനപ്പൊരുത്തുന്നല്ല, ഇവൾക്ക് വായനോട്ടമാണ്. മുമ്പേ വീട്ടില് ഒരുപാട് പയ്യന്മാരുടെ, വീടിന്റെ പുറത്തിരിക്കുന്ന പയ്യന്മാരുടെയൊക്കെ വായ നോക്കിയിട്ടുണ്ടാവുമായിരിക്കും, അതാണ് ഇവൾക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് പറയുമ്പോ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ ഓഫീസിലേക്ക് പോവാണ്. അവിടെയാണ് വലിയ തട്ടിപ്പ് നടക്കുന്നത്. 2 തട്ടിപ്പ് വീരന്മാരാണ് കേട്ടോ കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. 10 ലക്ഷം രൂപയുടെ 10 ലക്ഷം, അത് ഹിന്ദിയിൽ 10 ലക്ഷമൊക്കെയാണ്. ഇപ്പൊ ഇതിലാകുമ്പോൾ ലക്ഷങ്ങളിൽ ഇത് കൂടും. കാരണം 10 വർഷം മുമ്പ് 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഇതിലൊരു 50 ലക്ഷമൊക്കെ വേണമെങ്കിൽ നമുക്ക് ആക്കാം. എന്തായാലും 50 ലക്ഷം എന്ന് പറയാം. അങ്ങനെ 50 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്താൻ വേണ്ടി 2 പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, സെറ്റ് ബ്രദേഴ്സ് ആണ് അവരുടെ പേര്. അപ്പൊ അവർ വരുമ്പോഴേക്കും ശ്രുതിയാണ് അശ്വിനെ വേണ്ടി സംസാരിക്കുന്നത്. പക്ഷെ ശ്രുതി ഒരു ഉഴപ്പ് രീതിയിലാണ് അവരെ സംസാരിക്കുന്നത് കേട്ടോ. അവർക്ക് അത് ഇഷ്ടപ്പെടാണ്ട് അവര്, ഇല്ല അശ്വിൻ സാർ നമുക്ക് ഈ ഡീല് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് അശ്വിനോട് പറയണ്ട, അശ്വിൻ സാർ ഇവര് ഫ്രോഡുകളാണ്, നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ഇവർ വന്നതാണ്, ഇവർക്ക് പല സ്ഥലങ്ങളിൽ ഇതുപോലെ പോയിട്ട് വലിയ വലിയ ബിസിനസ്മാൻ്റെ അടുത്ത് ബിസിനസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പണം അടിച്ചു മാറ്റി കൊണ്ടാണ് ഇവിടെ പണി. ഇത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നത് നിങ്ങളുടെ ഭാര്യ ശ്രുതികുമാരി ലക്ഷ്മിയാണ്, താങ്ക് യു മാഡം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാട്ടോ. അശ്വിന് ഭയങ്കര പ്രൗഡ് തോന്നിട്ട് ശ്രുതിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അപ്പൊ ആകാശ് പറയണ്ട, ഏട്ടാ നോക്കിക്കേ, ശ്രുതി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കമ്പനി എത്ര ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായാനേലേ എന്ന് പറയുമ്പോൾ അശ്വിൻ അത് സമ്മതിച്ച് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അശ്വിന്റെ ആ ഒരു ഇത് സമ്മതിച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. പോകുന്ന വഴിക്ക് കാറി വെച്ച് ശ്രുതി പറയുന്നുണ്ട്, അതെ
നിങ്ങൾക്ക് എന്നോട് നന്ദി പറയണമെന്നൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. സാരില്ല, സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ നന്ദിയൊന്നും പറയണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ അശ്വിൻ വണ്ടി നിർത്തുവാണ്. എന്നിട്ട് വണ്ടി നിർത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങനെ മനസ്സിലായിരിക്കും, ആവൂ എനിക്കെന്തോ ഗിഫ്റ്റ് മേടിക്കാൻ പോവാണെന്ന് തോന്നുന്നു. ഓ, ഈ അശ്വിൻ സാറിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അശ്വിൻ പോയി കഴിയുമ്പോൾ ശ്രുതിക്ക് ഒരു ആഗ്രഹം, ആ ഡ്രൈവിംഗ് സീറ്റിൽ ഒന്ന് ഇരുന്ന് നോക്കിയാലോ എന്ന്. അങ്ങനെ ശ്രുതി ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക കേട്ടോ. ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ അത് ഓൺ ആക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓൺ ആവുന്നില്ല. അപ്പോഴാണ് ട്രാഫിക് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത്. ഹലോ മാഡം എന്ന് പറഞ്ഞിട്ട് കൊട്ടുവാണ് ഗ്ലാസ്സില്. ആ എന്താ സാർ എന്ന് ചോദിക്കുമ്പോ, അതെ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചേ. ഡ്രൈവിംഗ് ലൈസൻസോ? അയ്യോ സാർ ഞാനല്ലേ ഈ വണ്ടി ഓടിച്ചത്. പിന്നെ നിങ്ങൾ എന്തിനാ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണത്? മര്യാദയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് താ, അല്ലെങ്കിൽ ഞാൻ പിഴ ഈടാക്കും. അയ്യോ സാർ സത്യമായിട്ട് ഞാനല്ലേ ഓടിച്ചത്, എന്റെ ഹസ്ബൻഡ് ഓടിച്ചത്. അദ്ദേഹം ആ കടയിൽ പോയിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ പറയാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അശ്വിൻ വരുമ്പോഴേക്കും നമ്മുടെ പോലീസുകാരൻ പറയുന്നുണ്ട്, എക്സ്ക്യൂസ് മീ സർ, നിങ്ങളുടെ ഭാര്യ വണ്ടി ഓടിച്ച് പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യക്കെതിരെ കേസ് എടുക്കാൻ പോവാണെന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട, അയ്യോ അശ്വിൻ സർ പറ സർ, ഞാനല്ല വണ്ടി ഓടിച്ചത്, സാറാ വണ്ടി ഓടിച്ചത്, പറ സർ. അയ്യോ പോലീസുകാരെ ക്ഷമിക്കണം കേട്ടോ, അശ്വിൻ സാറിന് സംസാരിക്കാൻ പറ്റില്ല, തോട്ട് ഇൻഫെക്ഷൻ ആണ്. അശ്വിൻ സാർ ഒന്ന് തലയാട്ടിയാൽ മതി സർ, ദേ ഇങ്ങനെ തലയാട്ട് എന്ന് പറയുമ്പോൾ അശ്വിൻ തലയാട്ടില്ല കേട്ടോ. ശ്രുതിക്ക് ഒരു പണി ഇരിക്കട്ടെ എന്ന രീതിയിൽ അശ്വിൻ മിണ്ടാതിരിക്കും കേട്ടോ. അപ്പൊ ശ്രുതി പറയണ്ടേ, സർ എനിക്ക് പണി തന്നതാണല്ലേ, മനഃപൂർവ്വം സാർ മിണ്ടാതിരിക്കുവാണല്ലേ, സത്യമായിട്ട് പോലീസുകാരാ, ഞാനല്ല വണ്ടി ഓടിച്ചത്, ഇദ്ദേഹമാണ് വണ്ടി ഓടിച്ചത് പറയുമ്പോൾ അശ്വിൻ അദ്ദേഹത്തിന് പിഴ കൊടുക്കാണ്. കാരണം നോ പാർക്കിംഗ് ഏരിയയിലും പോയിട്ടാണ് വണ്ടി വെച്ചത്, അതുകൊണ്ട് തന്നെ ലൈസൻസും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പിഴയും കൊടുക്കുന്നുണ്ട്. അപ്പൊ പറയണ്ട, നോ പാർക്കിംഗിലാണ് നിങ്ങൾ വണ്ടി വെച്ചിരിക്കുന്നത്, മര്യാദയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോകാൻ വേണ്ടി പറയാണ്. അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുവാട്ടോ. അപ്പൊ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശ്രുതി ഇങ്ങനെ അശ്വിന്റെ തലയിൽ ഇങ്ങനെ മുട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എപ്പോഴാണ്, അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഭാഗം ഞാൻ ഹിന്ദിയിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു മുമ്പ് വീണ്ടും എപ്പിസോഡ്സ് എല്ലാം ഞാൻ എടുത്തു നോക്കി. പക്ഷെ ഇങ്ങനത്തെ ഒരു ഭാഗം ഹിന്ദിയിലില്ല. ഇനി ഞാൻ കാണാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല. അഥവാ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം, എപ്പോഴാണ് ഏത് എപ്പിസോഡാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ പോലീസുകാരന്റെ സീൻ കട്ട് ചെയ്തിട്ട് ആ സീൻ കയറ്റാനായിരിക്കും ഉദ്ദേശം എന്ന് തോന്നണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇതില് ഹിന്ദിയിലില്ല അങ്ങനത്തെ ഒരു സീൻ. എന്റെ ഓർമ്മയിൽ അങ്ങനത്തെ ഒരു സീൻ ഹിന്ദിയിലില്ല. മിക്കവാറും അത് ചെറിയൊരു സീൻ ആയിരിക്കും. എങ്ങനെ അശ്വിന്റെ തലയെ അറിയാണ്ട് ഇങ്ങനെ മുട്ടുമ്പോഴേക്കും മുട്ടിയൊക്കെ അതിനെ കൊമ്പ് വരുമെന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, പഴയ ഒരു ചെറിയ പിള്ളേരുടെ ഒരു വിശ്വാസം. അപ്പൊ ആ രീതി ചിലപ്പോൾ ശ്രുതി മുട്ടാൻ വേണ്ടി ശ്രമിക്കണതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ സീൻ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയാത്തത്. ഞാനും ആ സീൻ കാണാൻ വേണ്ടി തന്നെയാണ് കാത്തിരുന്നത്. ഞാൻ മിസ്സായി പോയതാണെന്ന് വെച്ചാൽ വീണ്ടും കണ്ടു നോക്കിയില്ല, അങ്ങനത്തെ ഒരു സീൻ തന്നെയില്ല. അഥവാ നിങ്ങൾ ആരെങ്കിലും ഹിന്ദിയിൽ അങ്ങനത്തെ ഒരു സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ താഴത്തെ ഒന്ന് എപ്പിസോഡ് നമ്പർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ട് കേട്ടോ. ഒരു ഫാഷൻ ഷോ അല്ല, ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ നല്ല രസമാണ് അത് കാണാനായിട്ട്. അപ്പൊ അത് മിക്കവാറും ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഉണ്ടാവുമായിരിക്കും. നല്ല രസമാണ്. അതിലും കുറച്ച് റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ എപ്പിസോഡ് 2-3 ദിവസമായിട്ട് ഇടാൻ പറ്റാത്തത് കുറച്ച് ആരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ആ ഒരു സമയത്ത് ഇടാൻ പറ്റാത്തത്. എന്നാലും ഞാൻ മാക്സിമം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എപ്പിസോഡ്സും കൂടി ഇടാൻ നോക്കാം. എല്ലാവരുടെ സപ്പോർട്ടും കൂടി വേണം കേട്ടോ. അപ്പൊ നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.